സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 16/9/2019 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേത് 32ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ഓപ്ഷൻ ബി കണ്ണൂർ ജില്ല. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം സി ആണ്. ജീവകം സി. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ഗവർണറാണ്. ഗവർണർ. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ഗവർണറാണ്. ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ഭാഷ. ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ഭാഷ മലയാളം. ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. യമുന നദി. യമുന നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ശുക്രനാണ്. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശുക്രനാണ്. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി കോങ്കോയാണ്. കോങ്കോ. മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം. മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായത് 1983 മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം ഏതാണ്? 1983. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം സിക്കിമാണ്. സിക്കിം. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? സിക്കിം. 1ാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി. 1ാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി കെ.സി. ജോർജ്. കെ.സി. ജോർജ്. 1ാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയായിരുന്നത് കെ.സി. ജോർജ് ആണ്. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനം ആയിട്ട് ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് ചെമ്മീൻ. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏതാണ്? ചെമ്മീൻ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ദീർഘചതുരാകൃതി അല്ലാത്ത ദേശീയ പതാകയുള്ള ഏക രാജ്യം ഏതാണ്? ദീർഘചതുരാകൃതി അല്ലാത്ത ദേശീയ പതാകയുള്ള ഏക രാജ്യം നേപ്പാളാണ്. നേപ്പാൾ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം
ബാരോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 2 ആണ്. 2. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലനാണ്. AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലൻ. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ദേവികുളം താലൂക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം ഏതാണ്? തന്നിരിക്കുന്നത് പാൽ, മാംസം, പയർ, മുട്ട. ഇതിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം മാംസമാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത് KM മാണിയാണ്. KM മാണി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം നാസിക്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം നാസിക്. തമിഴ്നാട് മുഖ്യമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആണ്. MK സ്റ്റാലിൻ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. റിസർവ് ബാങ്ക് ഗവർണർ. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. 2018 വള്ളത്തോൾ അവാർഡ് ജേതാവ് M മുകുന്ദനാണ്. 2018 വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? M മുകുന്ദനാണ്. 2019 സക്കറിയയാണ്. 2019 സക്കറിയ. 2018 M മുകുന്ദൻ. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2022 ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? ഖത്തറാണ്. 2022 ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്ന രാജ്യം ഖത്തർ. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ U ഷറഫ് അലിയാണ്. ശ്രീ U ഷറഫ് അലി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ പിനാക്കി ചന്ദ്രഘോഷാണ്. പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ്. രാജീവ് കുമാർ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. 2018 മികച്ച സംസ്ഥാന ചലച്ചിത്ര നടി. 2018 നിമിഷ സജയൻ. 2023 ആരാണ്? വിൻസി അലോഷ്യസ് ആണ്. വിൻസി അലോഷ്യസ്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം. ഇന്ത്യയിലെ 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡി ആയിരുന്നു. ഇന്ത്യയിലെ 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 16ാമത്തെ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. ഇന്ത്യയിലെ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. സമത്വ സമാജം രൂപീകരിച്ചത്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ.
കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം. കേരള കൗമുദി 1911 കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏതാണ്? 1911. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് പന്മനയിലാണ്. പന്മന. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം പന്മന. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി 4 വർഷം. UAEയുടെ പരമോന്നത ബഹുമതിയായ സായിദ് മെഡലിന് അർഹനാകുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. UAEയുടെ പരമോന്നത ബഹുമതിയായ സായിദ് മെഡലിന് അർഹനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമത്തിന് വഴിയൊരുക്കിയത് ആര്? ഡോക്ടർ പൽപ്പു. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമത്തിന് വഴിയൊരുക്കിയത് ഡോക്ടർ പൽപ്പു ആണ്. നിവർത്തന പ്രക്ഷോഭത്തിന് പേര് നൽകിയ പണ്ഡിതൻ ആരാണ്? IC ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭം എന്ന ആ പേര് നൽകിയത്. IC ചാക്കോ. പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം. പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം ഇരവിപേരൂരാണ്. പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. 1888 നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം. അരുവിപ്പുറം പ്രതിഷ്ഠയാണ് 1888 നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി. ശ്രീനാരായണ ഗുരുവിനെ ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. സെന്റ് ചികിത്സ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സെന്റ് ചികിത്സ ഹൃദയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹൃദയം. GPS വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്കയാണ്. GPS വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്ക. ഐത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? വൈക്കം സത്യാഗ്രഹം. ഐത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? വൈക്കം സത്യാഗ്രഹമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 50 ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഇത് ഡ്രൈവർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ആയിരുന്നു. പിന്നെ വരുന്നത് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.